ഹലോ ഗൈസ്, KL91 ബ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ തുടക്കമായതുകൊണ്ട് അതിൻ്റെതായ അബദ്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ചിലർ കമൻറ്റിലൊക്കെ പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കുന്നതോ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യാൻ മാത്രം ഞങ്ങളൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പതുക്കെ പിന്നെ മക്കളുണ്ട്, അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യും. മൂത്തവൻ എഡിറ്റിംഗ് മേഖലയിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ചെറിയ ചെറിയ പള്ളിയും പരിസരവും ഞങ്ങളുടെ മലയും അതൊക്കെ ഒന്ന് കാണിക്കാം, നാടും കാണിക്കാം. ഇതൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോകൾ. ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ കാണാം. അപ്പം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങി ഒരു 3 വർഷത്തോളമായി. അപ്പം അതിൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോവാണ്. ഏതാ കൊട വേണോ? അങ്ങോട്ട് പോകുമ്പോൾ മോട്ടോർ സ്റ്റാർട്ടാക്കുമല്ലേ. അപ്പം നമ്മുടെ പള്ളിയുടെ ഹാളിൻ്റെ ക്ലീനിങ് സെക്ഷനിലേക്ക് പോവാണെന്ന് തിരക്കപ്പോൾ പോവാം നമുക്ക്. അപ്പം നമുക്ക് പോവാം അല്ലേ? മഴയുണ്ട്, എന്നാലും സാരമില്ല, നമുക്ക് നോക്കാം. അയ്യോ, ബെൽറ്റ് ഇട്ടില്ലല്ലോ. വീഡിയോയിൽ ബെൽറ്റ് ഏറ്റവും നിർബന്ധമാണ്. വീഡിയോയിൽ മാത്രല്ല ബെൽറ്റ് ഏറ്റവും നിർബന്ധമാണ്. അതെ 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 അതെ. ഈ മലയാളം പറയുന്ന ആള് മലയാളിയല്ല പ്രിയമുള്ളവരെ, ആള് തെലുങ്കാണ്. നന്നായിട്ട് മലയാളം ഇപ്പൊ പറയും. അതായത് നമ്മുടെ വിവാഹർഷികം എന്നാ പറഞ്ഞ 25 ആഗസ്റ്റ് 25-ന് എത്ര വർഷവും? 22 കഴിഞ്ഞ് 23-ലേക്ക് കടക്കാൻ പോണു. 23 വർഷവും. ഞങ്ങളുടെ റോഡും പരിസരമൊക്കെ ഇങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പോകുന്നത് കുറച്ച് വഴിയുള്ളൂ. നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിലുണ്ടല്ലോ ഈ ഞങ്ങളെ ഈ ഏരിയ അല്ലേ ഭയങ്കര രസം കാണാനും. എന്തൊരു ഭംഗിയെന്നറിയാം. അപ്പോ പുള്ളിക്കാരി ആന്ധ്രക്കാരിയാണ്. നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം ആന്ധ്രക്കാരിയാന്നുള്ളത്. 23 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡ സ്വദേശിയാണ്. അതൊക്കെ വലിയ ചരിത്രങ്ങളാണ് പറയാൻ. അത് പിന്നീടൊക്കെയുള്ള ആള് നന്നായിട്ട് മലയാളം പറയുമ്പോ ഞങ്ങക്ക് 3 ആൺകുട്ടികള്. 23 വർഷം കഴിഞ്ഞ് 23-ലേക്ക് കിടക്കണം അല്ലേ? 22 കഴിഞ്ഞിട്ട് 23-ലേക്ക് കിടക്കണം. 23 വർഷമായി. ഈ ആഗസ്റ്റ് 25-ന് 23 വർഷമായി. ആന്ധ്ര സ്വദേശിനിയായ പ്രിയ ബിജുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അല്ലേ? നമ്മുടെ പള്ളിയിലെ അച്ഛന് വേണ്ടിയാ. അച്ഛനാണ്. ചില അക്ഷരങ്ങൾ എപ്പോഴും എനിക്ക് തിരിയുന്നില്ല. ചില അക്ഷരങ്ങൾ തിരിഞ്ഞു വരെ ഒത്തിരി പാടാണ്. ഞങ്ങൾ ഇടയ്ക്കിട്ടൊക്കെ തെലുങ്ക് ഇതിനകത്ത് വരും, തെലുങ്കൊക്കെ സംസാരിക്കും. അപ്പൊ ഇന്നലെ കുറെ തെലുങ്ക് വീഡിയോക്കാര് അതായത് തെലുങ്ക് സഹോദരങ്ങള് അവിടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അവര് ഇന്നലെ തെലുങ്കിൽ ഇട്ടില്ല എന്നും പറഞ്ഞ് കുറെ പേര് വിളിച്ചിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞങ്ങക്ക് തെലുങ്കും അറിയാം, അതറിയാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെലുങ്ക് നാട്ടിൽ നിന്നുള്ളൊരു പെൺകൊച്ചിനെയാണല്ലോ നമ്മൾ. വലിയ ആളുടെ അടുത്ത് പോകല്ലേ? താക്കൂർ എടുത്തില്ലേ? നോക്കൂട്ടോ, അങ്ങോട്ട് നോക്കാം. അപ്പോ ഇതാണ് ഇന്നലെ കാണിച്ചെന്ന മാരാങ്കോട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഇട്ടിരുന്നു. ഇതാണ് നമ്മുടെ ദേവാലയം. ഇല്ലേട് ഇടവക ദേവാലയം. ഇതിന് വലിയ ഹാള്. അപ്പൊ നമുക്ക് തെലുങ്കില് കുറച്ച് പറയട്ടെ കേട്ടോ. അത് ലാസ്റ്റ് തെലുങ്കിലൊന്ന് പറയട്ടെ. అപ്പൊ అവർക്കും ഒരു సന്തోషాവും. KL91 బ్లాగులు ఒక చిన్న వీడియో ఈ రోజు పెడుతున్నాను. అంటే మన ఊరు, ఇప్పుడు ఈ ఊర్లో ఇది మన ఏం చెప్పాలి, ఇది మన చర్చ్ అన్నమాట. ఈ చర్చ్కి ఇక చిన్న డ్యూటీ ఉంది నాకు ఇక్కడ. ఇది కొంచెం క్లీన్ చేయాలి. ఇంకా రేపు ఈ వారం అంతా పెళ్ళి జరగబోతుంది. పెళ్ళిళ్ళు మళ్ళీ ఫంక్షన్స్. అప్పుడు మేము ఇది క్లీన్ చేయడానికి మేము ఒప్పుకున్నాం. ఓకే చేసి డ్యూటీ తరపున మనకి వాళ్ళు ఇచ్చారు. జస్ట్ వాటర్ పోసుకొని ఇంకా క్లీన్ చేసుకొని మనం ఇక్కడ ఉండవాలి ఫంక్షన్ రోజున. ఆ డ్యూటీ కోసం వచ్చానండి. అప్పుడు KL91 బ్లాగులే మళ్ళీ మలయాళం మాట్లాడుతున్నాం. KL91 బ్లాగులు మనతో ఉండే అందరికీ ప్రతి ఒక్కరికి నమస్కారము. మీరందరూ చూడండి, షేర్ చేయండి, సబ్స్క్రైబ్ చేయండి. నిన్న నేను ఒక వ్లాగ్ పెట్టాను. అప్పుడు చాలామంది బిజు బ్రదర్ ఇది తెలుగులో కొంచెం తెలుగు మాట్లాడండి అని చెప్పారు. దాని ప్రకారం ఈరోజు కొంచెం తెలుగు మిక్స్ చేస్తున్నాను.
ఎక్కువ మనం మలయాళమే మాట్లాడతాను. ఇంకా వీలైనట్టు మన తెలుగులో కూడా మాట్లాడతాను. తెలుగు പറഞ്ഞാലോ? హిందీ. ఇక్కడే మనకి ఇప్పుడు ఫుల్ వర్షం కదా, చాలా రోజు వర్షమే. మీకు ఎలా ఉందో తెలియదు, కేరళ మామూలుగా వర్షం కదా. వర్షం వలన చాలా మందికి ఇబ్బంది, చాలా మందికి పర్వాలేదు. కొన్ని ఊరు మునిగిపోతుంది కదా, ఊర్లు మునిగిపోతుంది. ఇప్పుడు ఈ నెక్స్ట్ వారం, ఈ వారం అంతా ఫంక్షన్, ఈ హాళ్ళు మొత్తం చుట్టూ కప్పేస్తుంది. కప్పేయటం కదా చెప్పేది, కప్పేయటం కదా అంటే కర్టన్ వేస్తారు కదా, కర్టన్ కర్టన్ వేసుకొని మనం ఫంక్షన్లో ఈ లోపల అన్ని సెట్టింగ్ చేస్తారు. మనం మళ్ళీ తర్వాత చూపిస్తాను ఫంక్షన్ రోజున. ആന്ധ്ര వాళ్ళు കേരള മൊത്തം చూడండి, വീലൈനട്ടന്നെ చూపిస్తాను. അപ്പോൾ ഇത് വേഗം വേഗം തീരും, നമുക്ക് വേഗം പരിപാടികൾ കഴിയും, പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. ഏതാ നനഞ്ഞില്ലേ? നനയിലോ, കുറച്ചൊക്കെ നനയോ, നനയാതിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. നമുക്ക് ഇനി കുറച്ച് ഇവിടെ കുരിശടി ഉണ്ട്, കുരിശടി ഒന്ന് കാണിക്കാൻ. പള്ളിയുടെ കുരിശടി ഉണ്ടില്ല, ഇതിൻ്റെ അപ്പുറത്തൊരു നല്ല ഞങ്ങളുടെ ഒരു കുരിശടി ഉണ്ട്. വർഷങ്ങളായിട്ട് പള്ളിയിൽ എന്താ പറയുക, ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം, എൻ്റെ വയസ്സിനേക്കാളൊക്കെ കൂടുതലല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് കുരിശടി ഉണ്ട് അവിടെ. പ്രാർത്ഥനയും మలైడ సైడ్ అదొന്ന് కానికాం, అది നല്ല మనోహరాയിരിക്കും. కొంచెం పక్కనే ఒక సిలువ వేసుకునే ఒక ఫారెస్ట్ ఉంది మనకి చర్చ్ పక్కనే, అది కూడా చూపిస్తాను. ഞാൻ തെലുങ്ക് പറയാൻ ഇടയ്ക്കിട്ട്, അല്ലെങ്കിൽ തെലുങ്കിലെ ആളുകൾ സഹോദരങ്ങൾ നമുക്ക് ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് കേട്ടോ തെലുങ്ക് പറയുന്നത്. ഇതൊന്നുമില്ല, നമ്മൾ മലയാളം പറയണതിൻ്റെ അത് തന്നെ സെയിം തന്നെ തെലുങ്കിലേക്ക് പറയണു, അത്രേ ഉള്ളൂ. അപ്പം അവർക്കും ഒരു സന്തോഷമാവും. അപ്പം ഉമ്മാരെന്തിട്ട് പറയണേ, ചില ഭാഷകളൊക്കെ ചിലപ്പോഴേ നമ്മൾ വിചാരിക്കും ഇതെന്ത് ഭാഷ പറയണേ, ചിലപ്പോഴേ നമ്മുടെ നല്ല ഭാഷയായിരിക്കില്ല തെലുങ്കില് ഉള്ള ഭാഷ. അറിയാലോ. പിന്നെ തെലുങ്കില് ആകപ്പാടെ കേട്ടേക്കുന്നൊരു ആക്ഷേപം ഇണ്ടി എന്ന് കൂട്ടുന്ന സാധനമാണ് ചെപ്പണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ. അത് നമ്മൾ മലയാളികൾ കുറച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, എനിക്കൊരു അത് ഏറ്റവും കൂടിയ റെസ്പെക്റ്റ് വാക്കാണ്. നമ്മൾ മഹാത്മാ ഗാന്ധി ജി പറയില്ലേ, അങ്ങനെയുള്ള ഒരു ജി കൂട്ടുന്ന ഹിന്ദിയിലെ ഏറ്റവും കൂടിയ റെസ്പെക്റ്റ് വാക്കാണ്. നമ്മളത് കൂട്ടി പറഞ്ഞില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇവൻ ഭയങ്കര ഒരു മര്യാദയില്ലാത്തൊരു മനുഷ്യനാന്നുള്ള രീതിയിൽ പോലും കാണും അവർ. അങ്ങനെ തന്നെ കരുതും. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്ന വേർഡാണ് അത്. കുട്ടികളെന്നോ വലിയവരെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു വാക്കാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളോട് റെസ്പെക്റ്റ് അവർക്കും ഉണ്ടാവും. ഓക്കെ കേട്ടോ, അപ്പം അങ്ങനെയാണ്. അപ്പം തെലുങ്കിലെ കുറച്ച് വേർഡുകളൊക്കെ വരും. മാരാങ്കോട് ഇന്നലെ കാണിച്ചിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ കപ്പേള, പള്ളിയോട് ചേർന്നുള്ള കപ്പേള. తెలుగు వాళ్ళందరూ ఇది మన విచారణ గుడి అండి. విచారణ గుడి పక్కనే జోజప్ప గుడి, అది జోజప్ప చర్చ్, అది സെന്റ് ജോസഫ് ചർച്ച് అనమాట. ഇതാണ് ഞങ്ങളുടെ പള്ളി, ഇടവക ദേവാലയത്തിൻ്റെ പരിസരങ്ങളും കടകളും. ఓకే, ఇది మన ఊరు పల్లెటూరు అనమాట. మీకు తెలుసు, చాలామందికి తెలుసు. ఓకే అండి, అందరూ కొంచెం వీడియోలు కొంచెం తేడాగా, ఇంకా మనకి అంత అలవాటు లేదు కాబట్టి కొంచెం మీరు కొంచెం క్షమించండి ఏదైనా తేడా వస్తే. తెలుగు వాళ్ళు నిన్న చాలామంది బ్రహ్మంపల్లి ఒక బ్రదర్ గారు ఫోన్ చేశారు. ఫోన్ చేసి బిజు బ్రదర్ మీకు తెలుగులో మాట్లాడండి, ఏమీ అర్థం కావట్లేదని కూడా చెప్పారు. అందుకని ఈరోజు మేము అనుకున్నాం ఇంకా తెలుగు వీడియోస్ వేరే పెడతామని, కానీ ఇది మిక్సింగ్ చేసి పెడితే పర్వాలేదు కదా. నాకు ఈ చెట్టు మళ్ళీ చూపించాలనిపిస్తుంది, అంత బాగుంది ఇది. ఈ కెమెరా మీరు ఇది ఎడిటింగ్ చేసి ఇది మీకు పంపించేటప్పుడు ఎలా వస్తుందో తెలియట్లేదు. నిన్న కూడా కొంతమంది చెప్పారు, నాకంత తెలియదు కాబట్టి
നേർച്ചുകൊണ്ടിരുന്നാണ്. അപ്പോൾ പള്ളിയും പരിസരങ്ങളും കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ ഭാര്യ അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ ചെയ്തു, ഇനി അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സിങ്കുകളും കാര്യങ്ങളും കൂടി നോക്കണം. പിന്നെ ബാത്റൂംസുകൾ നോക്കണം, അതിലേക്കൊക്കെ പോകണം. അപ്പോൾ അവിടെയുള്ളവരെ ഞങ്ങൾ ഏകദേശം ഇന്ന് ഈ ഹാളിൻ്റെ വർക്ക് തീർന്നു. ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നാളെ വന്നിട്ട് ഒന്നും കൂടി ഞങ്ങൾ ബാക്കിയുള്ള ഫിനിഷിങ് വർക്കുകൾ, അത് കഴിഞ്ഞ് ഒരു മണ്ഡപത്തിൻ്റെ ആളുകൾ വന്ന് സെറ്റ് ചെയ്യണമല്ലോ, അത് സെറ്റ് ചെയ്തിട്ട് ഇത് മൊത്തം കവർ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യും. ആ സൈഡിലെ നമ്മളൊരു ഹാള് ഫിനിഷാക്കി. കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു പറയാൻ, അതൊക്കെ പറിച്ചു. നമുക്ക് ഇവിടെ ഡ്യൂട്ടി വരുന്നത് ഫങ്ഷൻ വരുമ്പോൾ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വേറെ സഹോദരി സഹായിക്കും ഇവിടെ പള്ളിയിൽ. പിന്നെ പൊതുവായിട്ട് ഇടവക ജനങ്ങൾക്ക് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ അവർ ഒരു മാസം ക്ലീനിങ് ഉണ്ട്, അങ്ങനെയുണ്ട്, വകുപ്പുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി അടുത്ത വയ്യണ്ടായാ അപ്പോൾ കുറച്ച് വയ്യായിക്കായി, സാരില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വരാറില്ല. എന്നാലും ഇതും കൂടി കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഫങ്ഷൻ എന്ന് വന്നാൽ മതി. അപ്പോൾ ഇതാണ് അടുത്ത ഞങ്ങളുടെ ഹാള്, ചെറിയ ഹാള്. ഇതിനകത്ത് മേശയും കസേരയൊക്കെ കൊടുക്കും. മേശ, കസേര, വെള്ളം, കറണ്ട് എല്ലാം കൊടുക്കും. പിന്നെ ജനറേറ്റർ അടിച്ച് കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ചെറിയൊരു പൈസ ഉണ്ട്. അപ്പുറത്തെ ഹാള്, വലിയ ഹാളിൽ ഇതൊന്നും കൊടുക്കത്തില്ല. അതിനകത്ത് നിങ്ങളെല്ലാം വരുന്ന ആളുകൾ ചെയ്യണം. ഇതിപ്പോൾ ചെറിയൊരു അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കൊരു ചെറിയൊരു 100, 150, 200 പേരൊക്കെ സുഖമായിട്ട് പരിപാടി നടത്താം. ഈ വരാന്തയും ഉപയോഗിക്കാം. ഈ കാണുന്ന വരാന്തയും ഈ ഹാളിനോടനുബന്ധിച്ച് ഉപയോഗിക്കാം. ఇది మన చిన్న హాల్ అంటే చర్చ్ తరపున ఉండేది. ఇది కూడా కొంచెం ఫంక్షన్స్ రెండు వచ్చింది. మేము ఇప్పుడు బ్రదర్ గారు ఇప్పుడు పాటలు పాడుతున్నారు కదా, ఇదన్నీ ఎందుకు అనుకుంటారు కదా. ఏం కాదు, మామూలుగా ప్రోగ్రామ్ ఉండి మేము ప్రోగ్రామ్కి వెళ్తాను. లేకపోతే ఈ కారుని చూసావా, చిన్న బుడ్డి కారు, అది కిరాయిపోతాను. మనకి ఈ పని చేయాలని లేదు, ఎందుకంటే మనకు ఒక ఉద్యోగం లేదు. మామూలుగా మనం 3-4 భాషల్లో పాడుతున్నాను, అది ఓకే. మలయాళం ప్రోగ్రామ్ ఉంటే దానికి వెళ్తాను, లేకపోతే తెలుగు, లేకపోతే తమిళ్, కన్నడ కొంచెం వచ్చు. కన్నడ ప్రోగ్రామ్ చేశాను, బెంగళూరు వెళ్ళిపోయి, మ్యాంగ్లూరు వెళ్ళి చేశాను 2-3 నెలలు. కొంచెం అయింది, అలవాటు అయింది. అందుకని ఇప్పుడు గుడి తరపున మనం చేసేందుకు మనకి కొంచెం డబ్బులు ఇస్తారు. కొంచెం అంటే పర్వాలేదు, మన ఒక ఇష్ట ప్రకారం చేస్తున్నాం. అది గుడి కదా, గుడిలో ఒక మొక్కులాగా ప్రార్థన చేసుకుని ఇప్పుడు మనకి ఇలా చేసేపటికి చాలా దీవెనలు దేవుడు ఇస్తూ ఉంటారు. అదొక డ్యూటీ లాగా చేస్తున్నాం అందరితో. మళ్ళీ గుడి వద్దని చెప్పే ఆ రోజు మనం మానేస్తాం, పెద్ద ఇదేం కాదు. మళ్ళీ ഇതേ ഈ రోజు വിശേഷാలు. ഇനി കുറച്ച് തെലുങ്ക് പറയട്ടെ കേട്ടോ, എല്ലാവരും ഒന്ന് సహకరిക്കുക, క్షమిക്കുക. అప్పుడు ఇది చర్చ్ తరపున ఉన్న ఒక ప్లేస్. అది మన సెయింట్ జోసెఫ్ చర్చ్ కదా. ఇది ఎన్నో సంవత్సరాలను బట్టి చర్చ్ తరపున ఇది ఇక్కడ ఉంది. ఇక్కడ చిన్న గుడిలాగా తయారు చేయడానికి ట్రై చేస్తున్నాం. దాని మీద ఫారెస్ట్ మీద ఏదో ఉంది, అందుకని దానికోసం పర్మిషన్ కోసం వెయిట్ చేస్తున్నారు అనమాట. ఇది మొత్తం అడవి అనమాట, వెనకాల అంతా ఫారెస్ట్ వాళ్ళు ఇప్పుడు వచ్చారు ఈ మధ్యలో. ఇక్కడ కొంతమంది ఉంటున్నారు. అడవిలో పెద్ద జంతువులు ఏమీ లేదు, కానీ కొన్ని ఉన్నాయి. అడవి పందిలు, నక్కలు, అలాంటి కొన్ని ఉన్నాయి, പാമ്പുలు. അപ്പം ഞങ്ങളുടെ മാരവങ്കോടിൻ്റെ ഒരു മലയുടെ അടിവാരമാണ് ഈ കാണുന്നത് പ്രിയമുള്ളവരെ. ഇതൊക്കെ കോളശ്ശേരി മലയുടെ ഭാഗം തന്നെയാണ്. ഞാൻ കുറേ നാൾ മുമ്പ് കോളശ്ശേരിയുടെ താഴ്വാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ കുരിശടിയിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്, സെൻറ്റ് ജോസഫ് പള്ളിയുടെ കുരിശടി. അപ്പം ഞങ്ങളുടെ നാട് എത്ര ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കി. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, കുറച്ചപ്പുറത്താണ് നമ്മൾ ഇന്നലെ ചട്ടിക്കുളം കാണിച്ചത്. ഒരു കിലോമീറ്റർ ഉള്ളൂ. ഈ കട ഞങ്ങളുടെ ജോൺസേൻ്റെ കട. ഇവിടെ ഷൈബേച്ചും ജോൺസേനും കൂടെ നടത്തുന്ന കട. പാട്ട് കേൾക്കണുണ്ടോ ചായക്കടയുടെ? നല്ല പഴംപൊരി ഉണ്ട്, ചൂട് പഴംപൊരി കണ്ടോ, ആവി വറക്കുന്നുണ്ട് അതിനകത്ത്. അതാണ്.
നല്ല നാടൻ നേന്ത്രപ്പഴമുണ്ട്. ഇതാണ് ജോൺസേട്ടൻ. അതെ അതെ അതെ. ഇത് ഞങ്ങളുടെ മഞ്ഞളി പൗലോസേട്ടൻ. കുഞ്ഞു കുഞ്ഞ് ഈ ഏരിയയൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ല നാടൻ ഭക്ഷണവും നല്ല നാടൻ ചായയും എല്ലാം എല്ലാം കൊണ്ടും സമൃദ്ധിയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ശനി ഞായർ ദിവസങ്ങളിൽ ഇറച്ചിയൊക്കെ കിട്ടുന്ന ദിവസമുണ്ട്. അത് ഷൈജായിട്ട് നടത്തുന്നത്. അതായത് അത് പഴംപൊരിയുടെ സൈഡിൽ നിന്ന് നല്ല കൃത്യമായിട്ട് കിട്ടും. ഇതൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത്രയും നല്ല പഴം. ഷൈബേച്ചി അങ്ങനെന്തോ കാര്യത്തിന് മാറിയിരിക്കുകയാണ്. ഞങ്ങളെപ്പോഴും വരുന്ന കടയാണ് കേട്ടോ. വളരെ സ്നേഹമാണ് ജോൺസേട്ടന്. എനിക്ക് നിന്നേ ഒരു 4 പഴംപൊരി എടുത്തത്. അപ്പം ഞാനൊരു 3-4 പഴംപൊരി കൊണ്ടുപോകണം വീട്ടിലേക്ക്. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി സാധനമാണ്. ప్రియులారా ఇది బనానా. ఈ బనానా చూసావా? കുറച്ച് തെലുങ്ക് പറയട്ടെ കേട്ടോ. ఈ బనానా పండిపోయింది, బాగా పండిపోయింది. మనం ఇలాగే మీకు అక్కడ బజ్జీ చేస్తారు కదా, పండిన బనానా బజ్జీ చేస్తారు ఇక్కడ. ఇది పెద్ద బనానా, మరీ టేస్టీ, బాగుంటాయి. തെലുങ്ക് പറയണം കേട്ടോ ഇത്. അപ്പോൾ ఇదొരു 5-6 ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ ఒక 5-6 మనం మనం ఇంట్లో తయారు చేసుకోవచ్చు, బాగానే ఉంటుంది. ഒരു 5 എടുത്തോ. ഓക്കെ. നല്ല ചൂടുണ്ട്, നല്ല ചൂട് പഴംപൊരിയാ. നമ്മുടെ പുത്രന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞങ്ങൾ ഇപ്പോൾ ഇതിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജോൺസന്റെ അടുത്തൊന്നും മിണ്ടാതെ ഞങ്ങൾ പോകാറില്ല. ഹലോ സാറാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാതെ ഞാൻ പോകത്തില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചായ സൂപ്പറായിട്ട്, നല്ല സൂപ്പർ ചായ എടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായകളുടെ. ഇപ്പം നമ്മൾ ഉച്ചയായതുകൊണ്ട് ഇപ്പോൾ ചായ കുടിക്കാൻ നിൽക്കുന്നില്ല. ഈ കുറുന്തോട്ടി പറിച്ച് పావుంగలు എന്തോരം కష్టపడాలి അറിയാം. మണ്ണിൽ നിന്ന് పరచెടുക്കണമെങ്കിൽ തന്നെ ఎందరు విషమం അറിയാം. ఇది ఏంటంటే ఇది ఒక ఆయుర్వేద మొక్క. ఇది ఏం చెప్పాలి, ఇప్పుడు తెలుగు నాకు రాదు, తెలుగులో ఇది మరీ గట్టిగా ఉంటుంది. ఆయుర్వేదం కోసం కేరళలో ఆయుర్వేదం అంటే ఫేమసే కదా, మీకు తెలుసు కదా. దానిలో మిక్సింగ్ చేసింది ఇది. వాదం అంటే మనం పక్షవాదం వచ్చి పడిపోతూ ఉంటాయి కదా జనం, అలాంటి వాళ్ళకి కొన్ని వాడేది ఇలాంటి కొన్ని వేర్లు మంచి. ఇది పిచ్చి మొక్కలు కాదండి, ఇది ఆయుర్వేద మొక్క. మంచి స్మెల్ కూడా ఉంటాయి. അബ്ബാ ഭലേ ഉണ്ട് സ്മെൽ കൂടെ. അപ്പോൾ ഞാൻ തെലുങ്ക് പറഞ്ഞത്, ആന്ധ്രക്കാർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. പ്രിയമുള്ളവരെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. KL 91 ബ്ലോഗിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കലും നന്ദി പറയാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് കുറച്ച് ഞങ്ങളുടെ നാടും പ്രദേശങ്ങളും കടകളും ഞങ്ങളുടെ പള്ളിയും പരിസരവും ഞങ്ങൾ ചെയ്ത ക്ലീനിങ് സെക്ഷനൊക്കെ ഒന്ന് കാണിച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവരൊക്കെ കാണുക. ഞങ്ങൾക്ക് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ ഒരുപാട് അപാകതകളും കുറവുകളുണ്ട് ഞങ്ങൾക്കറിയാം. അതിൻ്റെ എന്താ പറയുക, ക്ലാരിറ്റി കുറവോ ക്യാമറ പിടിക്കുന്നതോ ഇതൊക്കെ അറിവില്ലായ്മ തന്നെയാണ്. പതുക്കെ എല്ലാം ശരിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കലും കൂടെ നന്ദി പറയാണ്. KL 91 బ్లాగ్ ఇదాണ് ഞങ്ങളുടെ ఛానల్ന്റെ పేరు. അപ്പോൾ ഒന്ന് తెలుగు പറയട്టే കേട്ടോ. తెలుగు వాళ్ళందరికీ నమస్కారం అండి. അപ്പോൾ ఈరోజు మనం కొన్ని వీడియోస్ చూపించాను మనం చేసే పనులు, పల్లెటూరు కొట్లు, మళ్ళీ రోడ్డు, మన చర్చు అదన్నీ చూపించాను. అందరూ కొంచెం చూడండి, మీరు కమెంట్స్ చేయండి. కొంచెం తెలుగు కొంచెం తక్కువ మాట్లాడాను ఈరోజు, ట్రై చేస్తాను. తెలుగు మలయాళం మిక్సే మీకు వచ్చేది, కొంచెం చూడండి. അപ്പോൾ అందరికీ നമസ്കാരം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ, താങ്ക് യു.